ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീനിമീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഈ സ്ഥലം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാനും ഇച്ചും കൂടെ നടന്ന് ഇടയ്ക്കിടയ്ക്ക് ചെടികളൊക്കെ പറിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമില്ലേ, അതാണിത്. ഈ സ്ഥലത്തിന്റെ മുഖച്ഛായ മാറാൻ പോവുകയാണ്. പലതരത്തിലുള്ള മരങ്ങളുണ്ടെങ്കിലും ബേസിക്കലി ഇതൊരു റബ്ബർ തോട്ടമാണ്. അപ്പൊ ഇവിടുത്തെ റബ്ബർ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ മുഴുവനും കരിമ്പും തോട്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ കരിമ്പിന്റെ കൃഷിയെല്ലാം കുറെ വർഷങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇവിടെ റബ്ബർ വെച്ചത്. ഇനി അടുത്ത മാറ്റം എന്തായിരിക്കും എന്നറിയില്ല. ഇതിന്റെ മറ്റേ സൈഡിലൊക്കെ വീടുകളൊക്കെ വന്നിട്ടുണ്ട് പുതുതായിട്ട്. ഇതിപ്പോ മരം വെട്ടിന്റെ സെക്കൻഡ് ഓർ തേർഡ് ഡേ ആണ്. അപ്പൊ നിഷയ്ക്ക് കുറച്ച് മണ്ണ് എടുക്കണമായിരുന്നു. അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചിട്ട് കുറച്ച് മണ്ണ് എടുക്കുവാണ്. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ വേണ്ടി. നമ്മളുടെ പറമ്പിൽ മണ്ണൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന വഴിക്കാണ് ഈ ഒരു ചേമ്പും അതിന്റെ അവിടെ ഒരു വലിയ ചേമ്പും തടയും കൂടെ കണ്ടത്. അപ്പൊ നിഷ പറഞ്ഞു, നമുക്ക് ഈ ചൈനക്കാരൊക്കെ ഇങ്ങനെ ഓരോ ചേമ്പും തടയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാണുന്നതൊക്കെ വെച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കത്തില്ലേ, അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ ആ ചേമ്പും തട പറിച്ചെടുക്കുവാണ്. ചീമച്ചേമ്പിന്റെ ആയതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നതാണെന്നാണ് അവൾ പറഞ്ഞത്. അപ്പം നമ്മൾ അതൊന്ന് പറിച്ചെടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് പുഴുങ്ങി കഴിക്കാം അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ചൈനക്കാരെ പോലെ നമ്മൾ റബ്ബർ തോട്ടത്തിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ അപ്പൊ നമ്മൾ മണ്ണൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് ഇതെങ്ങനെയാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇളക്കത്തിലുണ്ടല്ലേ, കരികര ആയി പോവും. കരികരയാണെ കൊള്ളുകയല്ല കേട്ടോ. ഇളക്കത്തില്ല. ഇളക്കപ്പീടി ചെത്തിയിട്ടില്ലല്ലോടി. ചെത്തുമ്പോ അതിലെ കട്ടിയാണല്ലോ തോന്നുന്നു. അങ്ങനെയല്ല, ആ കിഴങ്ങിന്റെ ഒരു ടെക്സ്ചർ ഇല്ലല്ലോ. അത് മാറ്റിക്കണേ. അതിന് പക്ഷേ ഇല്ലടി, ഉണ്ട്, കുഴപ്പമില്ല. അത് കണ്ടോ, അവിടെ ഉണ്ട്. ഇവിടെ പക്ഷെ കുറവ്. അതാ തലഭാഗം തലയായിട്ട് കൊടുക്കണമെങ്കിൽ അവരെ ട്രക്ക് കൊടുക്കൂ. അതെ, അവർക്ക് എന്നെ ഊരാനടി. അവർ ഊരുകൊണ്ട് അവരുടെ കത്തിയും നല്ലതാണ്. പറിക്കാനും ആ പുള്ളിക്കാരി എന്നതൊക്കെയാ കാണിക്കുന്നത്. മരത്തെ കയറുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. കാളം കുളം കണ്ടം കുണ്ടം കണ്ടം തുണ്ടം വെട്ടി അരിഞ്ഞിടാം. ശരിയുള്ള മണ്ണെടുക്കുന്ന കാര്യം ചോദിച്ചിട്ട് എന്നാ പറഞ്ഞു? എടുത്തോളാൻ പറഞ്ഞു. വേണമെങ്കിൽ ആ സ്ഥലവും കൂടെ എടുത്തോളാം. ചെറുതാക്കി ഇടുക വെച്ചേ. എന്നിട്ട് പോയി എന്തോ സ്ഥലമൊക്കെ തെറിച്ചെന്ന് മോതയ്ക്ക് വീഴുമ്പോഴത്തേക്കിനെ ചൊറിയത്തില്ലെന്ന് തോന്നുന്നു. ഇത്ര നേരം ചൊറിഞ്ഞില്ലല്ലോ. ചീമച്ചെമ്പിന് തട അങ്ങനെ ചൊറിയല്ല. ഞാൻ പണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഗുണവും ഒക്കെയാന്നാ പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ വെന്ത് കിട്ടിയാൽ, അതർവൈസ് ഐ ഡോണ്ട് ലൈക്ക്. We will try. കൊണ്ട് പുഴുങ്ങ നോക്കാം. ഈ വശം കേൾക്കുമെന്ന് സംശയമുണ്ട് കേട്ടോ. കാണിച്ചിട്ട് അല്ലേ, ആർക്കറിയാം. കളറെന്താ ഇങ്ങനെയൊക്കെ? അന്നേരം ചേമ്പ് പുഴുങ്ങുമ്പോൾ കളർ വരും. അങ്ങനെ നമ്മുടെ ചേമ്പിന്റെ തടയൊക്കെ പുഴുങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ടെക്സ്ചർ വരുന്നത്. സാധാരണ ചേമ്പിന്റെ തടയൊക്കെ പുഴുങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ വരുമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഇത് കഴിക്കാൻ പറ്റുന്നത് പോലെയാണോ അതോ അല്ലയോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.